അപ്പോൾ എല്ലാവർക്കും ഹായ്. നമുക്കിന്ന് കിഴങ്ങും വൻപയറും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകവും പെരിഞ്ജീരകവും ഒരു 10-15 കുരുമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരപ്പിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കുന്നതിനാണ്. തേങ്ങ ഇനി നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട്. കുറച്ച് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കത് ഇറക്കാം. അപ്പോൾ നമ്മൾ തന്നെ ഇറക്കി കഴിഞ്ഞിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ചൂട് ആറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെയാണ് വഴറ്റുന്നത്. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഒരു നിറത്തിൽ സവോളയാകുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച കിഴങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. കിഴങ്ങ് നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇത് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇതുപോലെയാണ് അരച്ചെടുക്കുന്നത്. പേസ്റ്റ് പരുവത്തിലൊന്നുമല്ല, വെറുതെ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ കിഴങ്ങ് വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ച നമ്മുടെ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടാണ് വൻപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് കിഴങ്ങിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർക്കാം. നമ്മളതിലേക്ക് കുറച്ചുകൂടി ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കടുകും കൂടി പൊട്ടിച്ചാൽ നമ്മുടെ കറി ഇവിടെ തയ്യാറായി. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ രണ്ടാക്കി വെച്ച പറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മുടെ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. മുല്ലപ്പൂ വെച്ചിട്ടാണ്. നമ്മുടെ മുല്ലച്ചെടിയിൽ ഈ 3 മുല്ലപ്പൂ നിൽക്കണ കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ട് പറിച്ച് വെച്ചതാണ്. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.